വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. മൂവാറ്റുപുഴയാറിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി നഗരസഭാ കൗൺസിൽ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകും. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയിലാണ് മൂവാറ്റുപുഴയാറിലെ മാലിന്യ നിക്ഷേപം തടയാൻ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. മൂവാറ്റുപുഴയാറിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനായി നഗരസഭാ കൗൺസിൽ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകും. സംസ്ഥാനത്തെ ഏറ്റവും ശുദ്ധജലമൊഴുകുന്ന നദിയെന്ന് കരുതപ്പെട്ടു വന്നിരുന്ന മൂവാറ്റുപുഴയാർ കടുത്ത മലിനീകരണമാണ് നേരിടുന്നത്. 10,000-ങ്ങൾക്ക് കുടിവെള്ളമടക്കം ലഭ്യമാക്കുന്നതിന് ഈ പുഴയിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുഴ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നഗരസഭ നിർബന്ധിതമായിരിക്കുകയാണെന്ന് ചെയർമാൻ PPL ദോസ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയിലാണ് പുഴയിലെ മാലിന്യ നിക്ഷേപം തടയാൻ പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. ഇതിനു പുറമെ പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രത്യേക വിഭാഗം രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കും. 2023 ജൂൺ 5 വരെ നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിനും അതോടൊപ്പം മൂവാറ്റുപുഴ നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങളിലും കലാശപ്പെട്ടെന്ന നിലയിൽ അതിൻ്റെ ഒരു അവസാനം കുറിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ച ഹരിതസഭയാണ്. വളരെ വിജയകരമായി തന്നെ നമ്മുടെ നഗരസഭയ്ക്ക് അത് നടത്തുന്നതിന് കേരളത്തിൽ മറ്റ് നഗരസഭകൾ ചെയ്യാത്ത തരത്തിൽ അത് അതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തി അതിൻ്റെ ഒരു ബുക്ക് പ്രിന്റ് ചെയ്ത് നമുക്കെല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നഗരസഭയുടെ പ്രവർത്തനം അന്ന് കാഴ്ചവെക്കാൻ സാധിച്ചു. ചക്കാരാട്ടത്തിൽ തന്നെ വിവരിക്കില്ല, എന്നാലും ആ ബുക്ക് ഇപ്പോഴും നമ്മളുടെ ഓഫീസുകളിലും നിങ്ങൾക്ക് പറഞ്ഞ് ലഭ്യമാണ്. അതിൽ ഈ നഗരസഭയുടെ എന്താണ് മാലിന്യമുക്ത നവകേരളം എന്നതിൽ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപരേഖ അതിലടങ്ങിയിട്ടുണ്ട്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ഒക്ടോബർ 31 വരെ നീളുന്ന ഹ്രസ്വകാല പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതും അതിൻ്റെ സമയവും നമ്മൾ കഴിഞ്ഞു വരുന്നു. സന്നദ്ധ യുവജന സാംസ്കാരിക സംഘടനാ പ്രവർത്തകരെയും നഗരസഭാ ഉദ്യോഗസ്ഥരെയും ബഹുജനങ്ങളെയും ഉൾപ്പെടുത്തിയാകും ഇതിനായി സംഘം രൂപീകരിക്കുക. മാലിന്യമുക്ത മൂവാറ്റുപുഴ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിപുലമായ പദ്ധതിക്ക് ശില്പശാല രൂപം നൽകി. മൂവാറ്റുപുഴയാറിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെയും സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പ്രധാന ഓടയിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്ന വിധത്തിൽ കുഴലുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കും. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിരീക്ഷിച്ചു കണ്ടെത്തി നോട്ടീസ് നൽകും. നോട്ടീസ് ലഭിക്കുന്നവർ സ്വമേധയാ ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ നഗരസഭ ആരോഗ്യ എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥർ ചേർന്ന് നീക്കം ചെയ്യുകയും ബന്ധപ്പെട്ടവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്യും. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.